കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കയറി കാടിനകത്ത് അകപ്പെട്ടു പോയ യുവാക്കൾക്കെതിരെ കേസെടുത്തു. വനത്തിൽ അതിക്രമിച്ചു കയറിയതിനാണ് നടപടി. വനംവകുപ്പും മറ്റ് അധികൃതരും ചേർന്ന് മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇവരെ കണ്ടെത്തിയത്. റിയാസ് കെ.മാർ ഉണ്ട് വിവരങ്ങളുമായി. എന്നാലും കോഴിക്കോട് വിലങ്ങാട് വനമേഖലയിൽ കയറി കാടിനകത്ത് അകപ്പെട്ടു പോയ യുവാക്കളെ ഇന്നലെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും വളരെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഈ യുവാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. വനത്തിൽ അതിക്രമിച്ചു കയറി എന്ന കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. വനംവകുപ്പും മറ്റ് അധികൃതരും ചേർന്ന് മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ഇത്തരത്തിൽ ഇവരെ തെരച്ചിലിനൊടുവിൽ ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് നടപടി ഉണ്ടാകുന്നത്. റിയാസ് കെ.മാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യുവാക്കൾക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? ഈ 3 യുവാക്കളാണ് ഇന്നലെ വഴിതെറ്റി വാളൂക്കിലെ വനത്തിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരെ രാത്രിയോടുകൂടി കണ്ടെത്തി സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു. അതിനായി വനം ഈ മറ്റ് അധികൃതർ, പോലീസ്, ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേന, കൂടാതെ ജനപ്രതിനിധികൾ, നാദാപുരം MLA KM ഉള്ളവർ അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഈ വാളൂക്കിലെ വനമേഖല എന്ന് പറയുന്നത്, അതായത് സംഭവിച്ചത് പ്രധാനമായിട്ടും ഈ യുവാക്കൾ അവിടെ മലയിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. കാരണം വൈകിട്ടോടുകൂടി മല കയറി തിരിച്ചിറങ്ങാനാവുമ്പോഴേക്കും അവിടെ നിന്ന് ഇരുട്ടാവുകയും അതോടുകൂടി അവർക്ക് വഴിതെറ്റുകയുമാണ് സംഭവിച്ചത് എന്നാണ് വനംവകുപ്പിന്റെ ഒരു നിഗമനം. പക്ഷേ ഈ വനമേഖലയിലേക്ക് ആളുകൾക്ക് കയറാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ വനമേഖലയിൽ അതിക്രമിച്ച് കയറിയതാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ നിയമപരമായ നടപടി ഇപ്പോൾ വനംവകുപ്പിന് സ്വീകരിക്കേണ്ടി വന്നത്. സാധാരണ അങ്ങനെ വനംവകുപ്പിന്റെ റിസർവ് മേഖലയിൽ അതിക്രമിച്ച് കയറുന്നവർക്കെതിരെ കേസ് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ 3 യുവാക്കൾക്കെതിരെയും കേസെടുത്തത്. ഈ 3 യുവാക്കളും ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുമാണ്. ശരി, റിയാസ് കെ.മാറാണ് വിവരങ്ങൾ നൽകിയത്.